Mr. Kiran presented with complaint of vomiting. Wait a minute, complaint ആണോ complaints ആണോ? ആകെ കൺഫ്യൂഷൻ ആയല്ലേ? OET എഴുതുന്ന 90% സ്റ്റുഡൻസിനും ഉള്ള കൺഫ്യൂഷനാണ് കംപ്ലൈൻറ്റ് എന്ന വാക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. നിങ്ങളും ഇങ്ങനെ കൺഫ്യൂസ് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ദിസ് ഇസ് ദീപ്തി തോമസ് ഫ്രം Tiju's Academy. ഫസ്റ്റ് നമുക്ക് കംപ്ലൈൻറ്റ് എന്ന വാക്ക് എടുക്കാം. കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നൗൺ ആണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ കംപ്ലൈൻറ്റ്സ് ആയിക്കോട്ടെ അതിനു മുൻപ് ദ യൂസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഒരു സിംറ്റമാണ് നിങ്ങൾക്ക് ലെറ്ററിൽ കൂടെ പറയണം എന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റും, ഒന്നിൽ കൂടുതൽ സിംറ്റംസ് നിങ്ങൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്സും യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ കിരൺ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ് ഓഫ് വോമിറ്റിംഗ് എന്നും ഒരു സിംറ്റം ആണെങ്കിൽ, രണ്ടാമത്തേത് മിസ്റ്റർ കിരൺ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് നോസിയ, വോമിറ്റിംഗ് ആൻഡ് ബോഡി പെയിൻ എന്ന് ഒന്നിൽ കൂടുതൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യണം. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ കംപ്ലൈൻറ്റ്സ് ആയിക്കോട്ടെ ദ യൂസ് ചെയ്യുക. ഒരു സിംറ്റം ആണെങ്കിൽ കംപ്ലൈൻറ്റും, ഒന്നിൽ കൂടുതൽ സിംറ്റംസ് ആണെങ്കിൽ കംപ്ലൈൻറ്റ്സും യൂസ് ചെയ്യുക. അടുത്ത ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്, കംപ്ലൈൻറ്റ് അതായത് കംപ്ലൈൻറ്റ് വേർബ് ഫോം ആണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം? ഇതേപോലെ തന്നെ മിസ്റ്റർ കിരൺ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ് ഓഫ് എന്ന് യൂസ് ചെയ്യാമോ? തെറ്റാണ്, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളത് സബ്ജക്റ്റിനോട് കൂടി തന്നെ വേർബ് യൂസ് ചെയ്യുക. അതായത് മിസ്റ്റർ കിരൺ കംപ്ലൈൻറ്റ് ഓഫ്, അതായത് വേർബിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്ത് സബ്ജക്റ്റിനോട് കൂടി ചേർത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വീണ്ടും ഫസ്റ്റിൽ നിന്ന് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു, മിസ്റ്റർ കിരൺ പ്രസൻറ്റഡ് വിത്ത് കംപ്ലൈൻറ്റ് ഓഫ്. അതെല്ലാവർക്കും മനസ്സിലായി തെറ്റാണെന്ന്. അപ്പോൾ ഇനി എല്ലാവരും എങ്ങനെ യൂസ് ചെയ്യണം? മിസ്റ്റർ കിരൺ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ് ഓഫ് വോമിറ്റിംഗ് എന്ന് ഒരു സിംറ്റം ഉള്ളപ്പോൾ, രണ്ട് സിംറ്റം അല്ല അതിൽ കൂടുതൽ സിംറ്റം ഉണ്ടെങ്കിൽ മിസ്റ്റർ കിരൺ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് വോമിറ്റിംഗ്, നോസിയ ആൻഡ് ബോഡി പെയിൻ എന്നും, അല്ല നിങ്ങളത് വേർബായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലൈൻറ്റ് ഓഫ് എന്ന് എഴുതി മിസ്റ്റർ കിരൺ കംപ്ലൈൻറ്റ് ഓഫ് വോമിറ്റിംഗ് എന്നും ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള OET കൺഫ്യൂസ് ആയുള്ള വാക്കുകളുമായി അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു.